നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സിവിൽ സർവീസ് എന്നത് ഒരിക്കലും ആഡംബരമല്ല, അഭിമാനമാണ്, പ്രൗഢിയാണ്, രാജ്യസേവനമാണ്. സിവിൽ സർവീസ് പരീക്ഷകളുടെ വിജയം നിസ്സാരമായ ഒന്നല്ല ഈ ലോകത്ത്. ഇവിടെ എന്തെല്ലാം നടക്കുന്നുവെന്ന് കണ്ണു തുറന്ന് കാണുകയും കാതുകൾ തുറന്ന് കേൾക്കുകയും ചെയ്ത് ലോകാന്തര വാർത്തകൾ കണ്ട് എഴുതിയും വായിച്ചും പഠിച്ചും കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നേറി ചിലപ്പോൾ ഒന്നിലധികം തവണ കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നാണ് സിവിൽ സർവീസ്. പറയാൻ വന്നത് മറ്റൊന്നാണ്. കേരളത്തിൽ തെക്ക് വടക്ക് യാത്ര ചെയ്താൽ സർവ്വയിടങ്ങളിലും IAS IPS നേടൂ എന്ന പരസ്യ ബോർഡുകളാണ് കാണാൻ കഴിയുക. തകര ഷീറ്റ് അടിച്ച് ഒരു ചെറുകൂരയിൽ മക്കളെ കളക്ടറാക്കാൻ ലക്ഷങ്ങൾ നൽകി പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നം. പത്രം തുറന്നാൽ ആഴ്ചപ്പതിപ്പ് ഒന്ന് മറിച്ചാൽ ഏത് അച്ഛനമ്മമാരും തങ്ങളുടെ മക്കളെ IAS IPS ആക്കാൻ ഇത്തരം ഇടങ്ങളിലേക്ക് പറഞ്ഞു വിട്ടുപോകും. അത്രയ്ക്കുണ്ട് ഈ പരസ്യങ്ങളുടെ സ്വാധീനം. ഇത്തരം പരസ്യങ്ങളിൽ ഏതെങ്കിലും സർവീസിൽ നിന്ന് വിരമിച്ച ഒരു പഴയ IAS അല്ലെങ്കിൽ IPS തലയുണ്ടാകും. വിശ്വാസം അതല്ലേ എല്ലാം. ചെറുപ്രായത്തിൽ തന്നെ സ്വയം തീരുമാനമെടുത്ത് പഠിച്ചു തുടങ്ങേണ്ട ഒന്നാണ് തീർച്ചയായും സിവിൽ സർവീസ് പരീക്ഷകൾ. അതല്ലാതെ ഇത്തരം IAS പാക്കേജുകളിൽ കുരുങ്ങിപ്പോകരുത് നമ്മുടെ കുട്ടികൾ. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരം ട്രെയിനിങ് സെന്ററിൽ ഫീസ് ഇനത്തിൽ വാങ്ങിക്കൂട്ടുന്നത്. മാതാപിതാക്കൾ ഉന്തിത്തള്ളിവിടുന്ന കുട്ടികൾ ആദ്യ ആഴ്ചയിൽ തന്നെ ഈ പഠനം മടുക്കുന്നു. അത് സ്ഥാപനത്തിന്റെ മാത്രം കുഴപ്പമല്ല. ഈ കഠിന പരിശീലനത്തെ ഉൾക്കൊള്ളാൻ ഈ പാവം കുട്ടികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. പഠനത്തിൽ നിന്നും അവർ പിന്മാറുമ്പോഴേക്കും 80% ഫീസും മാതാപിതാക്കൾ നൽകിയിട്ടുണ്ടാകും. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ് എന്നല്ല, കേരളത്തിലെ ഭൂരിപക്ഷം സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് എന്നും പറയേണ്ടി വരുന്നു. ലക്ഷങ്ങൾ ഇറക്കി കോടികൾ കൊയ്യുന്ന ഒരു വൻ വ്യവസായമായി IAS IPS ട്രെയിനിങ് സെന്റർ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് പറയാം. ദിനംപ്രതി കോണുകൾ പോലെ പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് തലത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം. കൃത്യമായ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുക തന്നെ വേണം. സ്ഥാപനത്തിലെ പ്രാഥമിക സൗകര്യങ്ങൾ, അതുപോലെ സ്ഥിരമായി ക്ലാസ് നയിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ പഠന രീതികൾ, മുൻകാലങ്ങളിൽ ഈ സ്ഥാപനത്തിൽ നിന്നും എത്ര പേർ ഇതിന് യോഗ്യരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ഇവയെല്ലാം കൃത്യമായി തന്നെ പരിശോധിച്ച് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രം അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകി പ്രവർത്തന അനുമതി നൽകുകയും അതുപോലെ തന്നെ ധനസമ്പാദനത്തിന് മാത്രം തുറന്നു വച്ചിരിക്കുന്ന പെട്ടിക്കട IAS IPS ട്രെയിനിങ് സെന്ററുകൾ പൂട്ടിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.